My dear students, Dr. James Taylor Kendrick lectures on homeopathic materia medica എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 167ാമത്തെ എപ്പിസോഡിൽ സെപ്പിയ എന്ന അധ്യായത്തിൻ്റെ 4ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് സെപ്പിയയുടെ ചില പ്രധാനപ്പെട്ട മാനസിക ലക്ഷണങ്ങൾ, തലവേദനയുടെ സവിശേഷമായ മൊഡാലിറ്റീസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കെൻഡ് വിശദീകരിക്കുന്നുണ്ട്. സാധാരണ പലപ്പോഴും സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ പല പ്രശ്നങ്ങളിലും ഈ ഒരു ലക്ഷണങ്ങൾ നമുക്ക് പ്രായോഗികമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ശ്രമിക്കാം. സെപ്പിയ ഹാസ് എ ഹിസ്റ്റീരിക്കൽ ഡയറ്റസിസ്. ഒരു ഹിസ്റ്റീരിക്കൽ ടെൻഡൻസി സെപ്പിയയിലുണ്ട്. നമ്മൾ നേരത്തെ തുടക്കത്തിലെ അത് കണ്ടതാണ്. ബ്രേക്സ് ഔട്ട് ഇൻ സ്പെൽസ് ഓഫ് വീപ്പിംഗ്, ഈസ് സാഡ് 1 minute, gentle, yielding, and in another she is disagreeable, excitable, obstinate. അപ്പോൾ പെട്ടെന്ന് മാറുന്ന മൂഡ്. ഒരു നിമിഷം വളരെ ജെന്റിലാണ്, വളരെ മാന്യമായിട്ട്, വളരെ അനുസരണയോടുകൂടി ഇരിക്കും. തുടക്കം ഒരു സ്പെൽസ് ഓഫ് വീപ്പിംഗ്, ഇങ്ങനെ വിങ്ങിക്കരയുന്ന ചില സ്പെൽസ് ഇടപെട്ട് ഒരു വിങ്ങിക്കരയുന്നു, വെറുതെ മിണ്ടാതിരിക്കുന്നു. പിന്നെ വളരെ ജെന്റിലായിട്ട്, yielding ആയിട്ട്, അടുത്ത നിമിഷം തന്നെ അത് മാറിയിട്ട് ഡിസഗ്രിയബിൾ ആകും. ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, വളരെ ഉത്തേജിതാവസ്ഥ വരും, ഒബ്സ്റ്റിനേറ്റ്, വളരെ കടുംപിടുത്തക്കാരിയായിട്ട് മാറും. വളരെ yieldingഉം ഒബ്സ്റ്റിനേറ്റും, അങ്ങനെ ഓപ്പോസിറ്റ് കണ്ടീഷൻസ് നിമിഷം പ്രതി മാറി വരുന്നൊരവസ്ഥ. യു ഡു നോട്ട് നോ വാട്ട് ഷീ ഈസ് ഗോയിങ് ടു ഡു ദ നെക്സ്റ്റ്. അടുത്തതായിട്ട് ആ സെപ്പിയ പേഷ്യൻ്റ്, വിശേഷിച്ച് ഒരു സ്ത്രീ, അടുത്ത നിമിഷം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ചേഞ്ചബിളാണ്. ഷീ സേസ് ആൻഡ് ഡസ് സ്ട്രേഞ്ച് തിങ്സ്. വിചിത്രമായ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ അവൾ പറയുകയും ചെയ്യും, ചെയ്യുകയും ചെയ്യും. മേക്സ് എറേഴ്സ്, അബദ്ധങ്ങൾ വരുത്തും. നോ ഡിപ്പെൻഡൻസ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ഹെർ. അവളെ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു സെപ്പിയ പേഷ്യൻറ്റിനെ, സ്ത്രീയെ ഒരു കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റില്ല. കാരണം അപ്രതീക്ഷിതമായി കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യും. നോ മെൻ്റൽ എൻഡുറൻസ്. മനസ്സിനൊരു കരുത്തില്ല, സ്ഥിരതയില്ല. ഒരു കാര്യത്തിൽ സ്ഥിരമായിട്ട് മനസ്സ് നിൽക്കുന്നില്ല. നോ എൻഡുറൻസ്. നോ അഫെക്ഷൻ ഫോർ ഹെർ ഫാമിലി. ഇത് നമ്മൾ നേരത്തെ കണ്ടാണ്. കുടുംബത്തോട് ഒരു അടുപ്പം, ഒരു അഫെക്ഷൻ, ഒരു വൈകാരികത ഇല്ല. ഓൾ മൈൻഡ് വീക്ക് ആൻഡ് ഡിസോർഡേഡ്. മനസ്സ് ക്ഷീണിതവും ക്രമരഹിതവുമാണ്. നോട്ട് വെൻ ദർ ഇസ് ഫീവർ. പക്ഷേ പനിയുള്ള സമയത്ത് അങ്ങനെ ഇല്ല. ബട്ട് ഇറ്റ് ഈസ് എ ക്രോണിക് മാനിഫെസ്റ്റേഷൻ ഓഫ് സോറ ഓർ സൈക്കോസിസ്. ഇത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അവസ്ഥകൾ ഒന്നുകിൽ സോറയുടേതാകാം, അല്ലെങ്കിൽ സൈക്കോസിൻ്റെ ആകാം. രണ്ടിലൊന്നിൻ്റെ, അല്ലെങ്കിൽ രണ്ടും ചേർന്ന് വരുന്ന അവസ്ഥയുടെ ഒരു ക്രോണിക് മാനിഫെസ്റ്റേഷനാണ് ഈ കാണുന്ന അവസ്ഥകൾ. ഫിയർ ഓഫ് ഗോസ്റ്റ്, ഭൂതങ്ങളെ പേടി. ദാറ്റ് സംതിങ് അൺയൂഷ്വൽ വിൽ ഹാപ്പൻ. അസാധാരണമായ, സാമാന്യമല്ലാത്ത എന്തോ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പേടി. അറ്റ്മോസ്ഫിയർ ഫുൾ ഓഫ് ഫിഗേഴ്സ് നോട്ട് സീൻ. ചുറ്റും നമുക്ക് കാണാനാവാത്ത അദൃശ്യരൂപികൾ എന്നൊക്കെ പറയില്ലേ, ചില പറയില്ലേ, അദൃശ്യരൂപികൾ വന്ന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു, അവരെന്തൊക്കെ പറയുന്നു. പല മരുന്നുകളിലുണ്ട് ഇങ്ങനത്തെ അവസ്ഥ. ബട്ട് ഷീ നോസ് ദാറ്റ് ദേ ആർ ദർ. കാണാൻ പറ്റില്ലെങ്കിലും ഈ അദൃശ്യരൂപികളൊക്കെ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്കറിയാം. ഡിപ്പാർട്ടഡ് ഫ്രണ്ട്സ് ഓർ അതർ ഫോംസ് ആൻഡ് വെരി ഓഫൺ ഇൻ അക്കോർഡൻസ് വിത്ത് റിലീജിയസ് ബിലീഫ്. മരിച്ചുപോയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആകാം. ബന്ധുക്കളുടെയൊക്കെ പ്രേതങ്ങൾ മരിച്ചുപോയവർ വന്നു നിൽക്കുന്നു എന്ന് പറയാം. പലപ്പോഴും മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടാണ്, റിലീജിയസ് ബിലീഫ്. എല്ലാ മതങ്ങളിലും ഇതേപോലുള്ള വിശ്വാസങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങളായിരിക്കാം, മതങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളുമായിട്ട് ചേർന്നതായിരിക്കില്ല. പക്ഷെ സാധാരണ മനുഷ്യരുടെ, മതവിശ്വാസികളുടെ വിശ്വാസങ്ങളായിരിക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ഇത്തരം അരൂപികളുടെ ദർശനങ്ങൾ, ഭൂതപ്രേത പിശാചുക്കളുടെ ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നെവർ ഹാപ്പി അൺലെസ് അനോയിങ് സംവൺ. ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ആ സ്ത്രീയുടെ കാര്യത്തിൽ, എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഭാര്യയുടെ കാര്യത്തിൽ ഇതൊക്കെ കറക്റ്റാണിത്.
ആരെങ്കിലും ശല്യപ്പെടുത്താതെ അവർക്ക് സന്തോഷമില്ല. അവരുടെ സന്തോഷം മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നില്ല, അനോയൻസ് ഉണ്ടാക്കുന്നില്ല. റിലേറ്റിംഗ് ഹെയർ ഗ്രീവൻസസ്, തൻ്റെ ദുഃഖങ്ങളെ അതുമായിട്ട് ബന്ധിപ്പിച്ച് പറയും. സർക്കാസ്റ്റിക്കാണ്, ഇൻസൾട്ടിംഗ് ആണ്, ഫിയർ ഓഫ് ഇൻസാനിറ്റി, ഒരു തൻ്റെ ഈ ഒരു അസ്വസ്ഥത ഒരു പൂർണ്ണമായിട്ടുള്ള മാനസിക വിഭ്രാന്തിയിലേക്ക്, മനസ്സിൻ്റെ താളം തെറ്റിലേക്ക് എത്തുമോ എന്നുള്ള ഭയം, പോവർട്ടി, ദാരിദ്ര്യം വരുമോ എന്നുള്ള ഭയം, അങ്ങനെയുള്ള പലതരം ഭയങ്ങൾ. ഫിയേഴ്സ് ടു സ്റ്റാർവ്, പട്ടിണി കിടക്കുമെന്നുള്ള പേടി. ഈ സ്പീവിഷ് ആൻഡ് ഫീൽസ് മോർട്ടിഫൈഡ്, വല്ലാതെ ഇറിറ്റബിളാണ്, പെട്ടെന്ന് ചമ്മിപ്പോകും, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ചമ്മിപ്പോകുന്നൊരവസ്ഥ, മോർട്ടിഫൈഡ്. ഈസിലി ഫ്രൈറ്റൻഡ്, പെട്ടെന്ന് ഭയപ്പെടും. ആൻഡ് ഫുൾ ഓഫ് ഫോർബോർഡിങ്സ്, എന്തെങ്കിലും മോശമായത് സംഭവിക്കും എന്നുള്ള പേടി എപ്പോഴും ഉണ്ട്. ഇത് ഒരുപാട് മരുന്നുകളിലുണ്ട്, ഒരുപാട് ആളുകളെ വേട്ടയാടുന്നൊരു പ്രശ്നമാണ്. എന്തെങ്കിലും മോശമായി സംഭവിക്കുമോ. പാഷനേറ്റ്, ഇറിറ്റബിൾ, അല്ലാതെ അതിവൈകാരികത, അതിഭാവുകത്വം, അസ്വസ്ഥത. ദ ഗ്രേറ്റസ്റ്റ് ഇറിറ്റബിലിറ്റി ഫ്രം സ്ലൈറ്റ് കോസസ്, നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാകും. സാധാരണഗതിയിൽ നമുക്ക് തള്ളിക്കളയാവുന്ന, അവഗണിക്കാവുന്ന കാര്യങ്ങൾ പോലും ഒരു സെപ്പിയ പേഷ്യൻറ്റിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. വെരി ഈസിലി ഒഫൻഡഡ്, പെട്ടെന്ന് അവരുടെ വികാരങ്ങൾക്ക് മുറിവേൽക്കും. വെക്സ് ആൻഡ് ഡിസ്പോസ്ഡ് സ്കോൾഡ്, വല്ലാതെ വറീഡാണ്, ആരെങ്കിലും ചീത്ത പറയണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്, അതൊരു ഡിസ്പോസിഷൻ തന്നെയുണ്ട്. ദ ഹെഡ് ഏക്സ് ആർ നെർവസ്, ബിലിയസ്, പീരിയോഡിക്, വയലൻറ്റ്, ഇൻവോൾവിംഗ് ദ വോൾ ഹെഡ്, കൺജസ്റ്റീവ്. എല്ലാത്തരം തലവേദനകളുണ്ട്. ജനറലി ബെറ്റർ ലൈയിങ് ഡൗൺ, വെറുതെ കിടക്കാൻ നേരത്ത് അതിന് പൊതുവേ ഒരു ശമനമുണ്ട്. പക്ഷെ വിചിത്രമായ ചില ശമനങ്ങൾ വരുന്നുണ്ട്. കീപ്പിംഗ് പെർഫെക്റ്റ്ലി ക്വയറ്റ്, ശരിക്കും പൂർണ്ണമായിട്ട് അനങ്ങാതെ കിടന്നാൽ മാറും. പക്ഷേ വോൾസ് ഫ്രം ഓർഡിനറി മോഷൻ, സാധാരണ ചലനങ്ങൾ കൊണ്ട് കൂടും. അനങ്ങാതെ പൂർണ്ണമായിട്ട് നിശ്ചലമായിട്ട് കിടന്നാൽ കുറയും, സാധാരണ ചലനങ്ങൾ കൂടും. ഈ മറ്റൊരു റിലീഫ് ഉണ്ട്, ബട്ട് റിലീവ്ഡ് ബൈ വയലന്റ് മോഷൻ. ശക്തമായി വളരെ വേഗത്തിൽ നടന്നു കഴിഞ്ഞാൽ, വല്ലാത്ത വ്യായാമങ്ങൾ, ശക്തമായ വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വയലന്റ് മോഷൻ കൊണ്ടും ശമനമുണ്ട്. ഒന്നുകിൽ പൂർണ്ണ വിശ്രമം അല്ലെങ്കിൽ ശക്തമായ ചലനം. ലൈക്ക് മോസ്റ്റ് സെപ്പിയ സിൻഡ്രോംസ് ഇൻ ജനറൽ, പൊതുവെ സെപ്പിയയുടെ ഒട്ടുമിക്ക ലക്ഷണങ്ങളുടെ അവസ്ഥ ഇതാണ്. വിശ്രമം കൊണ്ട് പൂർണ്ണ വിശ്രമം കൊണ്ട് ശമനം, ശക്തമായ ചലനങ്ങൾ കൊണ്ട്, വ്യായാമങ്ങൾ കൊണ്ട്, കടുത്ത വ്യായാമങ്ങൾ കൊണ്ട് ശമനം. സാധാരണ ചലനങ്ങൾ, സാധാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് വർധനവും. അതിൻ്റെ വിചിത്രമായൊരു പൊതു ലക്ഷണമാണത്. ഷി ക്യാൻ വാക്ക് ഓഫ് ഹെയർ സഫറിങ് ഉണ്ടോ. ഒരു സ്ത്രീക്ക്, ഒരു സെപ്പിയ പേഷ്യൻറ്റിൽ നടന്നുകൊണ്ട്, ശക്തമായി നടന്നുകൊണ്ട് അവരുടെ ലക്ഷണങ്ങളെ ഒഴിവാക്കാൻ പറ്റും. സ്റ്റാസിസ് ഓഫ് ദ ബ്രെയിൻ, സ്ലോനെസ് ഓഫ് തോട്ട്. അപ്പോൾ തലച്ചോറ് ഒരു തരം നിശ്ചലാവസ്ഥ, തലച്ചോറിൻ്റെ ഒരു ഇനാക്ടിവിറ്റി വരുന്നുണ്ട്. ചിന്തകൾ വളരെ സാവകാശമാകുന്നു. മൈൻഡ് വിൽ നോട്ട് വർക്ക് ആൻഡ് മെൻ്റൽ ലേബർ അഗ്രവേറ്റ്സ് ദ ഹെഡ് ഏക്ക്. മനസ്സ് പ്രവർത്തിക്കുന്നില്ല, തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല, മനസ്സ് പ്രവർത്തിക്കുന്നില്ല. മാനസികമായ അധ്വാനം തലവേദനയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എ ഗുഡ് സബ്സ്റ്റാൻഷ്യൽ സ്ലീപ്പ് റിലീവ്സ് ഇറ്റ്. പക്ഷെ അതിന് നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു തലവേദനക്ക്, മാനസികാധ്വാനമുള്ള തലവേദനക്ക് ശമനം കിട്ടും. ബട്ട് ഇഫ് ഷീ ഈസ് എവേക്കൻഡ് ആഫ്റ്റർ സ്ലീപ്പിംഗ് എ ഷോർട്ട് ടൈം, ദ ഹെഡ് ഏക്സ് ഈസ് വേഴ്സ്. പക്ഷേ ഉറക്കത്തിൽ ഇടക്ക് വിളിച്ചെഴുതി വെച്ച് കഴിഞ്ഞാൽ തലവേദന കൂടുകയും ചെയ്യും. ദ സെയിം ഈസ് സീൻ ഇൻ റിഗാർഡ് ടു മോഷൻ. ചലനത്തിൻ്റെ കാര്യത്തിൽ അതുതന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ. മൂവിങ് ദ ഐസ്, ഹെഡ് ഓർ ബോഡി, മൂവിങ് ഔട്ട് ഇൻ എ വാം റൂം അഗ്രവേറ്റ്സ് ദ പെയിൻ. അപ്പോൾ കണ്ണോ തലയോ ശരീരമോ ഒക്കെ ഒരു ചൂടുള്ള മുറിയിൽ ചലിച്ചു കഴിഞ്ഞാൽ, അനക്കി കഴിഞ്ഞാൽ വേദന വർദ്ധിപ്പിക്കും. ബട്ട് എ ഗുഡ് ലോങ് വാക്ക് ഇൻ ഓപ്പൺ എയർ അണ്ടിൽ ഷി ബിക്കംസ് ഹീറ്റഡ് അപ്പ് റിലീവ്സ്. തനതായിട്ടുള്ള മൊഡാലിറ്റീസാണ്. തുറന്ന വായുവിൽ ദീർഘനേരം നടന്ന് ശരീരം ചൂടായി കഴിഞ്ഞാൽ റിലീഫുണ്ട്. അതേസമയം ഉള്ള മുറിയിൽ നടന്നു കഴിഞ്ഞാൽ വർദ്ധിക്കും. ഇറ്റ്സ് എ സ്ലഗ്ഗിഷ് സ്റ്റേറ്റ് ഓഫ് ബോഡി വിച്ച് റിക്വയർസ് എക്സസൈസ്. ഇതിൻ്റെ കാരണമാണ് കെൻഡിനി പറയുന്നത്, ഒരു ശരീരത്തിൻ്റെ ഒരു മാന്യാവസ്ഥ, ഒരു മന്ദിച്ചാവസ്ഥ, സ്ലഗ്ഗിഷ് സ്റ്റേറ്റ്. അതിനെ മാറ്റാൻ ഈ വയലന്റ് മോഷൻ കൊണ്ട് ഈ സ്ലഗ്ഗിഷ് സ്റ്റേറ്റിന് മാറും. ആ മാറുമ്പോഴാണ് ഒരു റിലീഫ് വരുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണത്.
ആൻഡ് വയലന്റ് എക്സസൈസ് ടു കീപ്പ് ഇറ്റ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കംഫോർട്ട്. അപ്പോൾ ഈ ഒരു സ്ലഗ്ഗിഷ് സ്റ്റേറ്റിനെ മാറ്റിയിട്ട് കംഫോർട്ടബിൾ സ്റ്റേറ്റ് ആക്കണമെങ്കിൽ ശക്തമായ ചലനങ്ങൾ ആവശ്യമാണ്, അതും ഓപ്പൺ എയറിൽ. ദ സെപ്പിയ സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ഓപ്പൺ എയർ അൺലെസ് കമ്പൈൻഡ് വിത്ത് കണ്ടിന്യൂഡ് മോഷൻ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സങ്കീർണാവസ്ഥ എന്താണ്? ഓപ്പൺ എയറിൽ വെറുതെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓപ്പൺ എയറിൽ നല്ല വേഗത്തിൽ നടക്കുകയോ കടുത്ത വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യാം. പക്ഷേ ഓപ്പൺ എയർ വെറുതെ നിന്നാൽ ഈ സ്ലഗ് സ്റ്റേറ്റ് കൂടുകയുള്ളൂ. ഓപ്പൺ എയർ ആയിരിക്കണം, വയലന്റ് മോഷൻ അല്ലെങ്കിൽ സ്ട്രോങ് എക്സസൈസ് വേണം താനും. രണ്ടും കമ്പൈൻ ചെയ്ത് വരണം. രണ്ടിലും ഒന്നായി കഴിഞ്ഞാൽ അഗ്രവേഷനാണ്. ബെറ്റർ ഫ്രം എക്സസൈസ് ഇൻ ഓപ്പൺ എയർ ആൻഡ് വേഴ്സ് ഇൻ ഹൗസ്. The headache is worse from stooping, motion, coughing, going upstairs, jarring, light, turning the head, lying on back and from thinking. അപ്പോൾ തലവേദന വർദ്ധിക്കുന്നത് എന്തൊക്കെകൊണ്ടാണ്? സ്റ്റൂപ്പിങ്, മോഷൻ, സാധാരണ ചലനം കൊണ്ട്, മുന്നോട്ട് ആയുന്നത് കൊണ്ട്, ചുമ കൊണ്ട്, മേലേക്ക് ഓണിപ്പടിയിൽ കയറുന്നതുകൊണ്ട്, കുലുക്കം കൊണ്ട്, പ്രകാശം കൊണ്ട്, തല തിരിക്കുന്നത് കൊണ്ട്, മറന്ന് കിടക്കുന്നതുകൊണ്ട്, ചിന്തിക്കുന്നതുകൊണ്ട്. പക്ഷേ കണ്ടിന്യൂഡ് ഹാർഡ് എക്സസൈസ് റിലീവ്സ്. കടുത്ത വ്യായാമങ്ങൾ, നടത്തം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ റിലീഫുണ്ട്. ആസ് ഡസ് എ ടൈറ്റ് ബാൻഡേജ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ദോ വേഴ്സ് ഇൻ വാം റൂം. ചൂടുള്ള മുറിയിൽ വർദ്ധിക്കും. ചൂടുള്ള മുറിയിൽ വെറുതെ കാരണം ചലനമില്ല, ചൂടുള്ള മുറിയിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ ടൈറ്റ് ബാൻഡേജ്, മുറുക്കി കെട്ടി, തല എന്തെങ്കിലും കൊണ്ട് മുറുക്കി, തുണി കൊണ്ട് മുറുക്കി കെട്ടിയാൽ വർദ്ധിക്കും. ചൂട് കൊടുത്തു കഴിഞ്ഞാൽ, ചൂട് പിടിപ്പിച്ചാൽ വർദ്ധിക്കും. ചൂടുള്ള മുറിയിലും വർദ്ധിക്കും. സെപ്പിയ പേഷ്യൻ്റ് ചൂട് വേണം, പക്ഷേ ഓപ്പൺ എയറിൽ കണ്ടിന്യൂഡ് എക്സസൈസ്, ഹാർഡ് എക്സസൈസ് കൊണ്ട്, വയലന്റ് മോഷൻ കൊണ്ട് ചൂടായാൽ മാത്രമേ ആ റിലീഫ് ഉള്ളൂ. ദ ഫോസ്ഫറസ് ഹെഡേക്ക് ഈസ് റിലീവ്ഡ് ബൈ സ്ലീപ്പ് ബട്ട് കണ്ടിന്യൂഡ് റാപ്പിഡ് മോഷൻ അഗ്രവേറ്റ്സ്. ഈ ഫോസ്ഫറസ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ഉറക്കം കൊണ്ട് അതിന് ഫോസ്ഫറസിന് തലവേദന ശമിക്കും, പക്ഷേ തുടർച്ചയായിട്ടുള്ള വേഗത്തിലുള്ള നടത്തം കൊണ്ട് വർദ്ധിക്കും. ആ നടത്തത്തിലുള്ള വേഗത്തിലുള്ള തുടർച്ചയായുള്ള നടത്തുന്ന കാര്യത്തിൽ സെപ്പിയുമായിട്ട് യോജിപ്പില്ല. കാനോട്ട് എൻജോർ ഇറ്റ്, അതിനെ താങ്ങാൻ പറ്റില്ല. സെപ്പി ഈസ് സ്യൂട്ടഡ് ടു ദ ഓൾഡ് ഫാഷൻഡ് ബിലിയസ് ഹെഡേക്സ്. പഴയ തരത്തിലുള്ള ഈ ഒരു പിത്ത സ്വഭാവക്കാരുടെ തലവേദനയാണ് സെപ്പിയെ യോജിക്കുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ വൊമിറ്റിംഗ്. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ സെപ്പിയുടെ തലവേദന കുറയും. ദ പെയിൻ ഗ്രാജുവലി ഇൻക്രീസസ് ലോത്തിങ് ഓഫ് ഫുഡ്. അപ്പോൾ തലവേദന സാവകാശം വർദ്ധിക്കുകയാണ്. ഭക്ഷണത്തോട് വിരക്തിയുണ്ട്, കുറച്ച് കഴിയുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരും, പിന്നെ ഛർദ്ദിക്കും. ആൻഡ് ദ പേഷ്യൻറ്റ് ഫോൾസ് അസ്ലീപ് ആൻഡ് വേക്കൻസ് വിത്തൗട്ട് ദ ഹെഡേക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഛർദ്ദിലും കഴിഞ്ഞ് സെപ്പിയ പേഷ്യൻ്റ് കിടന്നുറങ്ങും. പിന്നെ ഉണരാൻ നേരത്ത് ശമിച്ചിട്ടുണ്ടാവും, തലവേദന ഉണ്ടാവില്ല. ഈ സാങ്കിനേറിയമായിട്ടുള്ള കമ്പാരിസൺ. സാങ്കിനേറിയ റിസംബിൾസ് ഇറ്റ്, ഇതിനോട് യോജിപ്പുണ്ട്. ഈസ് ബെറ്റർ ഫ്രം വോമിറ്റിങ്, ബെറ്റർ ഇൻ എ ഡാർക്ക് റൂം, ദ ഡയറക്ഷൻ ഇസ് ഡിഫറെൻറ്റ് ഹവർ. അപ്പോൾ ഛർദ്ദി കൊണ്ട് വർദ്ധിക്കുന്നുണ്ട്, ഒരു ഡാർക്ക് റൂം കൊണ്ട് വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ പോക്കിൻ്റെ ആ ഒരു ദിശ, അതിന് വ്യത്യാസമുണ്ട്. പോക്കിൻ്റെ ദിശ എന്ന് പറയുന്നത് എന്താണ്? വോമിറ്റിങ് കൊണ്ട് ശമിക്കൽ, സാവകാശം വർദ്ധിക്കുന്നു, ഭക്ഷണത്തോട് വിരക്തി, പിന്നെ ഛർദ്ദിക്കാൻ വരൽ, പിന്നെ ഛർദ്ദിൽ, അതിന് ഉറക്കം. ഇതൊക്കെയാണ് സെപ്പിയുടെ ഒരു ഡയറക്ഷൻ, ആ പോക്ക്. പക്ഷേ സാങ്കിനേറിയയുടെ ഈ തലവേദനയുടെയൊക്കെ ഈ പോക്ക്, ഈ ഡയറക്ഷന് വ്യത്യാസമുണ്ട്. ന്യൂറാൾജിയ ഓഫ് ദ ഹെഡ്, പീരിയോഡിക് സിക്ക് ഹെഡേക്സ് ഇൻ ഗോട്ടി പീപ്പിൾ. വാദ സ്വഭാവമുള്ള ആളുകളിലുള്ള പീരിയോഡിക് ഇടവിട്ട് വരുന്ന നിശ്ചിത കായൽ വരുന്ന വല്ലാതെ പ്രയാസത്തിലാക്കുന്ന തലവേദന. വയലന്റ് കൺജസീവ് ഹെഡേക്സ് ഇൻ യങ് വുമൺ സെൻസിറ്റീവ് നോയ്സ്. ശബ്ദത്തോട് വളരെ സംവേദനക്ഷമയുള്ള ചെറുപ്പക്കാരികളിൽ ഉണ്ടാകുന്ന തലയിൽ വിങ്ങുന്ന തലവേദന. വുമൺ ഓഫ് എക്സ്ട്രീംലി ഡെലിക്കേറ്റ് ഫൈബർ, വല്ലാതെ ഡെലിക്കേറ്റായിട്ടുള്ള ഘടനയുള്ള, ശാരീരിക ഘടനയുള്ള സ്ത്രീകൾ. എസ്പെഷ്യലി ദോസ് വിത്ത് ഡാർക്ക് ഐസ്, ഡാർക്ക് സ്കിൻ, ഇരുണ്ട കണ്ണുകൾ, ഇരുണ്ട നിറമുള്ളവർ. ജോണ്ടീസ് ഓഫൺ സെറ്റ് ഇൻ വിത്ത് ഹെഡേക്സ്. തലവേദനയായിട്ട് ബന്ധപ്പെട്ട് മഞ്ഞപ്പിത്തം വരും. വിച്ച് പാസസ് അവേ ബട്ട് റിട്ടേൺസ് അഗെയിൻ വിത്ത് ദ നെക്സ്റ്റ് ഡേ. കുറച്ച് കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം മാറും, പിന്നെ അടുത്ത തലവേദനയുടെ
ആ ഒരു സ്പെല്ല് വരും, ആ പീരിയോഡിക്കാണ്. അതിനോടൊപ്പം ജോണ്ടീസും വരും. ഹെഡേക്ക് എവറി മോർണിംഗ് വിത്ത് നോസിയ, ഓരോ പ്രഭാതത്തിലും ഓക്കാനം വരവിനോടൊപ്പം തലവേദന. ദ സ്മെൽ ഓഫ് ഫുഡ് റിപ്പൾസീവ്, ഭക്ഷണത്തിൻ്റെ മണം പോലും ആ സ്ത്രീക്ക് വളരെ അരോചകമാണ്. ഗർഭാവസ്ഥയിലൊക്കെ ഇത്തരം അവസ്ഥകൾ വരും. സെപ്പിയ ടേക്സ് ഓൺ എ സ്റ്റുപ്പിഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആസ് മെൻഷൻഡ് അബോവ്. നേരത്തെ പറഞ്ഞ പോലെ മന്ദിച്ചൊരു മാനസികാവസ്ഥ സെപ്പിയക്കുണ്ട്. വിൽ നോട്ട് വർക്ക്, മനസ്സ് പ്രവർത്തിക്കില്ല. വിൽ നോട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അങ്ങനെ സ്റ്റുപ്പിഡ് സ്റ്റേറ്റിലുള്ള ഒരു സ്ത്രീ ഒരു പണിയെടുക്കില്ല, എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മറുപടിയും പറയില്ല. ആസ് ഇഫ് ഇൻടോക്സിക്കേറ്റഡ്, ലഹരി പിടിച്ച് മന്ദിച്ചിരിക്കുന്ന പോലെ. ബിനംഡ്, ഐസ് ആൻഡ് ഫേസ് സ്വോളൻ, കണ്ണും മുഖമൊക്കെ വിങ്ങി. സ്ക്ലറോസിസ് യെല്ലോ ആൻഡ് ജോണ്ടൈസ്, ആകെ കട്ടിയായൊരവസ്ഥ, മഞ്ഞപ്പിത്തത്തിൻ്റെ അവസ്ഥ. ഇത് സംടൈംസ് എൻസ് ഇൻ വയലന്റ് വോമിറ്റിംഗ് സ്പെൽസ്, ചിലപ്പോൾ ഇത് വല്ലാതെയുള്ള ഛർദിൽ പോയി അവസാനിച്ചെന്നിരിക്കും. ക്രേസ് സ്പൈസി പഞ്ചന്റ് ബിറ്റർ തിങ്സ് ലൈക്ക് ബിയർ, അപ്പോൾ എല്ലാ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളോടുള്ള താല്പര്യം, ദുർഗന്ധമുള്ള സാധനങ്ങളോട് താല്പര്യം, കയ്പുള്ള ബിയർ പോലെ ഒരു കയ്പ് രുചിയുള്ള സാധനങ്ങളോട് താല്പര്യം. ഇൻ ഓൾ ഡ്രങ്കാർഡ്സ് വിത്ത് ഹെഡേക്ക്, പതിവ് സ്ഥിരം കുടിയന്മാർ, അവർക്ക് വരും തലവേദന. ത്രട്ടനിങ് അപ്പോപ്ലക്സി, അങ്ങനെ ഉള്ള ആളുകൾക്ക് വരുന്ന പക്ഷാഘാതത്തിൻ്റെ ഒരു സാധ്യത. ഈ ഒരു അവസ്ഥ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹത്തിന് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. അയാൾക്കൊരു പക്ഷാഘാതം വന്നു. ഞാൻ പോയി കണ്ടു. നല്ല മദ്യപാനിയായിരുന്നു. ഞാൻ കേസൊക്കെ എടുത്തു, ഞാൻ തന്നെ ഒന്ന് എടുത്തു. എന്നിട്ട് ബാബുച്ചേട്ടൻ്റെ ഫോണിലൊന്ന് കൺസൾട്ട് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് ഹോമിയോപ്പതി മരുന്നെടുക്കുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭാര്യയും 2 കുട്ടികളുമാണ്, പെൺകുട്ടികളാണ്. അവർക്ക് എന്തോ ഒരു നല്ലത് വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. ബാബുച്ചേട്ടന് ആ കേസ് കൃത്യമായിട്ട് കിട്ടിയതാണ്. സെപ്പിയ അല്ല, പക്ഷേ ഈ ഒരു കണ്ടീഷൻ, ഓൾഡ് ഡ്രങ്കാർഡ് എന്നുള്ളത് ഒരു പക്ഷാഘാതത്തിൻ്റെ ഭീഷണി, അത് സുഖപ്പെട്ട് പോയേനെ. പക്ഷെ അത് കൈവിട്ട് പോയി. 2 വർഷം കഴിഞ്ഞ ആൾ മരിച്ചുപോയി. അപ്പോപ്ലക്സി ഇൻ മെൻ അഡിക്റ്റഡ് ടു ഡ്രിങ്കിങ് ആൻഡ് സെക്ഷൽ എക്സസസ്, മദ്യപത്തോടുള്ള ആസക്തിയോടൊപ്പം സെക്ഷൽ എക്സസസും ഉണ്ടാകാം. പലപ്പോഴും ഇത് 2 യോജിച്ചും വരും. ദ ഡിസ്പോസിഷൻ ടു ഗോട്ട് ആൻഡ് ഹെമറോയിഡ്സ്, വാദത്തിൻ്റെ ഒരു സാധ്യത, ഹെമറോയിഡ്സിൻ്റെ സാധ്യത. ഞാൻ ഈ പറഞ്ഞ ആളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. തട്ടറിങ് അപ്പോപ്ലക്സി ഇൻ എ ഡിസിപ്പേറ്റഡ് മിഡിൽ ഏജ്ഡ് മാൻ who is subject to arthritis and hemorrhoidal complaints. They have usually passed through several light attacks of apoplexy and are frequently visited with prodromic symptoms. ഒരു രോഗം വരാൻ പോകുന്നു എന്നുള്ളൊരു അവസ്ഥ, അങ്ങനത്തെ ഒരു പ്രൊഡ്രോമിക് സിംറ്റംസ്, രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഒരു പക്ഷാഘാതത്തിൻ്റെ ഒരു തുടക്കം, പ്രാരംഭ ലക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഹെമറോയിഡൽ കംപ്ലൈൻസ്, വാദത്തിൻ്റെ ലക്ഷണങ്ങൾ, മധ്യവയസ്സ്, ഒരു ആകെ ഡിസിപ്പേറ്റ് ചെയ്ത് ആകെ ശിഥിലമായി പോയൊരു ശാരീരിക മാനസികാവസ്ഥ, ഇതൊക്കെ പല ആളുകളുണ്ട്. ഞാൻ ഈ പറയുന്ന കേസ് ടിപ്പിക്കലായിരുന്നു. അത് സെപ്പിയാണോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാബുച്ചേട്ടൻ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചില്ല, കാരണം നമുക്കത് മരുന്ന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇത്തരം ആളുകളെയൊക്കെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. സാധാരണഗതിയിൽ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ പോയി പിന്നെയും മദ്യപാനത്തിലേക്ക് പോകുന്ന ആളുകളാണ്. കൃത്യമായിട്ടുള്ള കെയറിലൂടെ നമുക്ക് സെപ്പിയ പോലുള്ള നമ്മൾ നേരത്തെ കണ്ട പല ഔഷധങ്ങളും ഒക്കെ യോജിക്കുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക്, ഒരു മധ്യവയസ്സായാലും വാർദ്ധക്യത്തിലേക്കായാലും പോലും നമുക്കൊരു സുഖപ്പെടുത്താൻ പറ്റും. ശരിയായ രീതിയിൽ നമ്മൾ കേസെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. സെപ്പിയ ആ കൂട്ടത്തിൽപ്പെട്ടൊരു ഔഷധമാണ്. ഇത്തരം കേസുകൾ ധാരാളം നിങ്ങളുടെ അടുത്ത് വരും. അവർക്ക് ശരിയായ രീതിയിൽ ഉചിതമായ ഔഷധങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ കെൻഡിൻ്റെ ലെക്ചേഴ്സ് നിങ്ങളെ സഹായിക്കും. സെപ്പിയയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.